ത്രിപുരയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത ഒരു പ്രഹരം തന്നെയാണ് ഏറ്റത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ റിസൾട്ട് ഇന്നലെ വരികയും അതിൻ്റെ ബലത്തിൽ BJP വളരെ വലിയ തോതിലുള്ള ഒരു ഉജ്ജ്വല വിജയമാണ് നേടിയെന്നുള്ള വാർത്തയും ഇന്നലെ വന്നിട്ടുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട്, അതായത് ഏതൊക്കെ പാർട്ടികൾക്ക് എത്രയൊക്കെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, BJPക്ക് എത്രയൊക്കെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് എത്രയൊക്കെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, CPIക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കണക്കുകൾ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് BJPയുടെ ആ ഒരു വലിയ വിജയം അത് എത്രത്തോളം സീറ്റുകളുടെ വലിപ്പത്തിലാണ് എന്നുള്ളത് തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇന്ത്യ സഖ്യം, ഈ പറയുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ ഇടതുപക്ഷം എത്രത്തോളം ദയനീയമായിട്ടാണ് ഇവിടെ, അതായത് ത്രിപുരയിൽ പരാജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ ദയനീയമായിട്ടുള്ള ഒരു തോൽവി തന്നെയായിരുന്നു ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ത്രിപുരയിൽ സീറ്റുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും, അതായത് കണക്കുകൾ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പുറത്തു വന്നിരിക്കുകയാണ്. എത്രയൊക്കെ സീറ്റുകൾ ഏതൊക്കെ പാർട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഏതൊക്കെ പാർട്ടികൾക്ക് എത്രയൊക്കെ സീറ്റുകൾ കിട്ടി എന്നുള്ളത് നമുക്ക് ആ ഒരു കണക്കിൽ പോവാം. ആദ്യം തന്നെ നമുക്ക് ത്രിപുരയിലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഫലങ്ങൾ നോക്കാം. അതിൽ ഈ പറയുന്ന BJP, അതുപോലെ തന്നെ കോൺഗ്രസ്, CPI ഇവരൊക്കെ എത്രത്തോളം സീറ്റുകൾ ലഭിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഈ പറയുന്ന BJPയുടെ വിജയം, അതായത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആ ഒരു വിജയം തികച്ചും ഉജ്ജ്വല വിജയമെന്നല്ല പറയേണ്ടത്, അത്രയ്ക്കും വളരെ വലിയൊരു വിജയമാണ് BJP ഗ്രാമപഞ്ചായത്ത് നേടിയിരിക്കുന്നത്. കാരണം സീറ്റുകളുടെ കാര്യത്തിൽ CPIക്കോ കോൺഗ്രസിനോ TMPക്കോ ഒന്നും തന്നെ 7 അയലത്തെത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി BJP നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത്. അതായത് 5945 BJP നേടിയത്. BJPക്ക് ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയത് 5945. അതേസമയം CPIM അവിടെ ലഭിച്ചത് 150 150 മാത്രമാണ് CPIM ലഭിച്ചത്. INCക്ക്, കോൺഗ്രസിന് അവിടെ ലഭിച്ചത് 146, TMPക്ക് അവിടെ ലഭിച്ചത് 102, അതുപോലെ തന്നെ INDക്ക് അവിടെ ലഭിച്ചത് 20, അതുപോലെ തന്നെ CPI അവിടെ നേടിയത് 0, അതുപോലെ തന്നെ CPIMLL നേടിയത് 0. അപ്പോൾ ഇവിടെ BJP നേടിയിരിക്കുന്നത് 5945 കണക്കുകൾ വ്യക്തമാണ്. ഇവിടെ CPI, അതുപോലെ തന്നെ കോൺഗ്രസ്, INC, TMP, IND ഇവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് 150, CPI, INC 146, TMP 102, IND 20. അപ്പോൾ എത്രത്തോളം വലിയ വ്യത്യാസമാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, എത്രത്തോളം വലിയ വിജയമാണ് ഗ്രാമപഞ്ചായത്തിൽ BJP നേടിയിരിക്കുന്നത്. ത്രിപുര തൂത്തുവാരി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കണക്കാണിത്. ഇതുകൊണ്ട് തീർന്നില്ല. ഇനി അടുത്ത കണക്കെന്ന് പറയുന്നത് പഞ്ചായത്ത് സമിതിയിലാണ്. പഞ്ചായത്ത് സമിതിയിൽ നേടിയിരിക്കുന്നത് BJP നേടിയത് 405. INCക്ക് ലഭിച്ചത്, അതായത് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് 8, CPIMന് ലഭിച്ചിരിക്കുന്നത് 7, INDക്ക് ലഭിച്ചത് 1, CPI അവിടെ നേടിയത് 0, CPIMLL നേടിയത് 0, TMPക്ക് 0. അവിടെയും BJPയുടെ ഒരു വളരെ വലിയ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു തൂത്തുവാരൽ തന്നെയാണ്. 405 BJPക്ക്. INC കോൺഗ്രസിന് 8 മാത്രം, CPIക്ക് 7, INDക്ക് 1, 2 അക്കം കടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അടുത്ത കണക്ക് ജില്ലാ പരിഷത്തിൽ നേടിയിരിക്കുന്നത് BJP നേടിയത് 113. അവിടെ കോൺഗ്രസ് INCക്ക് നേടാനായത് 2, CPIMന് 1, CPIക്ക് 0, CPIMLLന് 0, INDക്ക് 0, TMPക്ക് 0. അവിടെയും ഒരു വളരെ വലിയ ഒരു തൂത്തുവാരൽ തന്നെയാണ് BJP നടത്തിയിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. അതായത് ഇതിൽ 113 എത്തിയിരിക്കുന്നു. അവിടെ 2 അക്കം കടന്നിട്ടില്ല. കോൺഗ്രസും CPIയും 2ഉം 1ഉമായി നിൽക്കുന്നു. ഇവിടെയും BJP വളരെ മികച്ച ഒരു നേട്ടം നേടി. അപ്പോൾ ടോട്ടൽ കണക്കുകൾ നോക്കുവാണെങ്കിൽ BJPക്ക് ഒരു വലിയ വമ്പൻ വിജയം എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഒരു വിജയം ഇനി പറയാനില്ല. വലിയ ഒരു വിജയമാണ് ഈ ഒരു
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് നേടാനായത് എന്നുള്ളത് തികച്ചും വളരെ വലിയ തോതിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്കും വലിയ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ത്രിപുരയിൽ BJP നേടിയിരിക്കുന്നത്. അതും അവിടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു വളരെ വലിയ ഒരു സ്ഥലമായിരുന്ന ഇടത്താണ് BJP ഇപ്പോൾ ഇതുപോലെ, അതായത് കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അവിടെ ഒരു തരത്തിലും അവിടെ ഒരു രീതിയിലും അവർ ഇല്ല എന്നുള്ള അർത്ഥത്തിലോട്ട് എത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു വലിയ നേട്ടമാണ് BJPക്ക് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ ഒരു ത്രിപുര ലോക്കൽ പോൾസിൽ അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഒരു കണക്കുകൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്.